ഹലോ ഗായ്സ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനലിൽ 2K സബ്സ്ക്രൈബറായി. അപ്പം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ക്രാഫ്റ്റ് റൂമുണ്ട്, അത് കാണിച്ചു തരാൻ പോകുന്നത്. എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം സ്റ്റേഷനറീസ് ആണിൻ്റെത്, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് നടക്കാം. അപ്പം ഗായ്സ്, ഇതാണ് നമ്മളെ റൂം. ഇപ്പം നമ്മൾ സ്കുഷിൻ്റെ ഒരു സ്ഥലമാണിത്. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു സ്ഥലം, പിന്നെ ഇത് ബെഡ്, പിന്നെ കമ്പ്യൂട്ടർ, അപ്പം ഇങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ ഷെൽഫ്, നമ്മൾ തുണിയൊക്കെ വെക്കേണ്ടത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സ്കുഷീൻ്റെ സ്ഥലം. അപ്പോൾ കുറേ സ്കുഷി ഉണ്ടായതാണ്, കൊടുത്തതൊക്കെ കയ്യിന്. അപ്പം നമ്മളിത് ലബൂബുവിൻ്റെ സ്കുഷിയാണ്. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ബൂബിനെല്ലാം. പിന്നെ ഇത് നമ്മളെ ബിയറിൻ്റെ 2 ഉണ്ട്. ഇതൊന്നും കൂടി ഉണ്ട്. പിന്നെ ഇത് നമ്മളെ ബാർബിയിലെല്ലാം ഉണ്ടാവും. ഇത് നമ്മളെ ബ്ലൂബെറി അതെല്ലാം. പിന്നെ നമ്മൾ ബ്ലൈൻഡ് ബാഗ് ആക്കിയിരുന്നു, ലബൂബിൻ്റെ ബ്ലൈൻഡ് ബാഗ്. പിന്നെ വെച്ചാൽ നമ്മളെ കവായി സ്റ്റിക്കറാണ്. അപ്പം നോക്കാം ഇതിൽ എന്തെല്ലാം സ്റ്റിക്കേഴ്സ് ഉണ്ട് എന്ന്. അപ്പം നമുക്ക് ഈ ഭാഗം തുറക്കാം. അപ്പം നമുക്ക് 4 സെക്ഷനായിട്ടാണ് ഉള്ളത്. ഇത് ഞാൻ മുറിച്ചതാണ്. ഇതിൽ വെച്ചാൽ ബോയ്സിൻ്റെ ഒക്കെ ഉണ്ടാവും, അപ്പം അനിയനും കൊടുത്തു. അപ്പം ഇത് നമ്മുടെ നമ്മുടെ മുഖമായിട്ട് മാത്രം ഉണ്ടാവുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഇതിലാണ് ഞാൻ ഡ്രസ്സൊക്കെ വെച്ചത്. പിന്നെ ഇതിൽ ഡ്രസ്സ് ഉണ്ട്, അവിടെ കൊള്ളാത്തതുകൊണ്ട് ഞാൻ ഇതിൽ കൊണ്ടുവച്ചത്. പിന്നെ ഇതിൽ കുറച്ച് ജേർണിങ് ഒക്കെ ചെയ്യേണ്ടത്, ഇതും തലയുണ്ട്. ഇത് ഒരു ഫേസ് ഉണ്ടാവേണ്ടത്, ഇതും നമ്മളെ ബോഡി ഉണ്ടാവും, ഓരോന്നിൻ്റെ ബോഡി. അപ്പം അങ്ങനെ ആ ഒരു സെക്ഷനായിട്ടാണ് ഞാൻ വെച്ചത്. ഓക്കെ, എനിക്ക് കുറേ കൗബോയ് സ്റ്റിക്കർ ഉണ്ട്, അതൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു. എനിക്ക് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു സ്റ്റിക്കറാണ്. ഇത് നമ്മൾ കൊറിയൻ്റെയാണ്, കൊറിയൻ ഡ്രസ്സസിൻ്റെ ഒക്കെയാണിത്. അപ്പം നമുക്കിതിൽ കൊണ്ടുവെക്കാം. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു സ്റ്റേഷനറി ആണ്, നമ്മളെ യൂണിക്കോൺ കിറ്റ്. അപ്പം ഇതിൽ നമുക്ക് എന്തെല്ലാം ഉണ്ട് വെച്ചാൽ, ഇതിൽ ബോക്സ് ഉണ്ട്, ബുക്ക് ഉണ്ട്, ക്രയോൺസ്, സ്കെയില്, പിന്നെ നമ്മൾ പെൻസിലുണ്ട്. ഇതിൻ്റെ ഇവിടെ നമുക്ക് ഷാർപ്നറൊക്കെ കാണാം. അപ്പം നമുക്കിത് പൊളിക്കാം. ഞാനിത് ഓപ്പൺ ആക്കി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇറേസർ, ഇത് ഷാർപ്നർ, ഇത് ക്രയോൺസ്. അപ്പോൾ ഈ ബുക്കാണ് എനിക്ക് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതിനുള്ളിൽ നമുക്ക് ചിലപ്പോൾ ജേർണിങ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തൊക്കെ നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് എഴുതി വെക്കാം. അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതെനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പം ഇത് ഇത്രയുള്ളൂ. എനിക്ക് ഇതിൻ്റെ ഒരു സെറ്റ് മാത്രമേ എനിക്കില്ലൂ. പിന്നില്ലേ നമ്മൾ സ്റ്റഡി ആ ഒരു ടേബിളിലേക്കാണ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം അവിടെ എന്തെല്ലാം ഉണ്ടെന്ന്. ഇത് ആക്ച്വലി അനിയൻ്റെ ആണ്, അതെൻ്റെ എൻ്റെ. ഇവിടെ ഉള്ളത് വെച്ചാൽ ഇവിടെ കുറച്ച് സ്കുഷിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കവായ് സ്കുഷി അതിനൊടുക്കിൽ. പിന്നെ കുറച്ച് സ്കുഷി ഉണ്ട്, ഒരു 5 ആഴ്ചൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇല്ല വെച്ചാൽ ഈ ഒരു സാധനമാണ്. ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. എനിക്കിത് ഷോക്കേസിലൊക്കെ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചതാണ്. പിന്നെ നമുക്കിവിടെ കുറച്ച് പൗച്ച് ഉണ്ട്, പൗച്ച് സ്കെച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടെന്ന് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പൗച്ച് എടുത്തു. ഗൈസ്, ഇതിലാണ് നമ്മുടെ പകുതി കവായ് സ്റ്റിക്കേഴ്സ് ഉള്ളത്. ഞാൻ ചിലതൊന്ന് ഓർഡർ ചെയ്തിന്. പിന്നെ ഇത് വെച്ചാൽ ഇത് വാങ്ങിച്ചതാണ്, കടയിലൊക്കെ അവൈലബിൾ ആണ്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ വാങ്ങിച്ചതാണ്, ഇത് ഫുള്ള് വാങ്ങിച്ചതാണ്. ഇത് യെല്ലോ കളർ തീമാണ്. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇല്ലത് ഇങ്ങനത്തെ ഒരു ഗേളിൻ്റെ ആണ്. ഇങ്ങനത്തെ ഗേള് പകുതിയൊക്കെ ഞാൻ ഉപയോഗിച്ചു. എനിക്ക് ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇല്ലത് ഇങ്ങനത്തെ ഒരു കവായ് സ്റ്റിക്കറാണ്. ഞാൻ പണ്ടേ ഇതൊന്ന് വാങ്ങിക്കാൻ വിചാരിച്ചിന്, ഇത് കടയിൽ ഉണ്ടായതുകൊണ്ട് അമ്മ വാങ്ങിച്ചതാണ്. ഇതിൽ കുറേ ഇതുണ്ട്, ഇതെല്ലാം സ്റ്റിക്കേഴ്സാണ്. ഇതെല്ലാം ഫ്ലവറിൻ്റെ എല്ലാം, ഒരു കേളിൻ്റെ, പിന്നെ ഈ റാബിറ്റിൻ്റെ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇത് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഈ ഒരു ബോക്സിലാണ് നമ്മളെ ക്യൂട്ട് ഐറ്റംസ് ഉള്ളത്. അപ്പം എന്തെല്ലാം നമുക്ക് നോക്കാം.
അപ്പോൾ ഇതിലാദ്യം ഒരു ക്ലിപ്പ് ഉണ്ട്, നൈസ് ക്ലിപ്പാണ്. ഞാനിത് ഉപയോഗിക്കലെല്ലാം ഉണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഈ കളർ പിങ്ക് കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ഒരു ഫ്ലവറാണ്. 2 ഫ്ലവർ ഉണ്ട്. ഇങ്ങനത്തെ 2 ഫ്ലവർ പിങ്ക് കളർ തന്നെയാണ്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് ഈ റെഡ് കളർ ടയർ ഷേപ്പിലുള്ള ഇറേസറാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊരു ക്ലിപ്പാണ്, ഫ്ലവറിൻ്റെ ഒക്കെ ക്ലിപ്പ്. യെല്ലോ കളറ്, പർപ്പിൾ കളറ്, പിങ്ക് കളർ, അങ്ങനത്തെ കളറുള്ളത്. പിന്നെ ഇങ്ങനത്തെ ഒരു കളറിൽ നമ്മൾ ഇറേസറാണ്. യെല്ലോ കളറാണ്, പക്ഷെ ഇതിൽ കാണുമ്പോൾ ഒരു വൈറ്റ് പോലെ. പിന്നെ ഉള്ളത് ഒരു ലിപ്സ്റ്റിക് ഇറേസറാണ്, ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഇറേസർ. പിന്നെ ഒരു പെന്നാണുള്ളത്. പിന്നെ ഇതൊരു യൂണിക്കോണിൻ്റെ പെന്ന് ഞാൻ ഉപയോഗിച്ചു. പിന്നെ ഇതിലൊരു ഷാർപ്നർ ആണുള്ളത്. ഇത് ഷാർപ്നർ ഞാൻ ആക്കിയതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു കീ ചെയിൻ ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കീ ചെയിൻ ആണ് ഗൈസ്. ഈ കീ ചെയിൻ ഭയങ്കര നല്ല രസമാണ് കാണാൻ, സോ ക്യൂട്ടാണ്. മിക്കി മൗസിൻ്റെ ആ ഒരു ഇതാണ്, അതുകൊണ്ട് ഞാനിത് സെലക്ട് ചെയ്തത് ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള നമ്മൾ സ്റ്റിക്കേഴ്സ് ലൈക്ക് ദാറ്റ് ആണുള്ളത്. ഓക്കെ. പിന്നെ ഈ ബോക്സിൽ പ്രത്യേകമായിട്ടുള്ളത് നമ്മൾ കവ്വായി സ്റ്റിക്കർ തന്നെയാണ്. ഇതിലാണ് നമ്മൾ കവ്വായി സ്റ്റിക്കർ പകുതിയിലധികം ഉള്ളത്. പകുതിയിലധികം മറ്റേല എനിക്ക് പറയാനില്ലേ, പക്ഷേ ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലമായിട്ടാണ് ഓർഡർ ചെയ്തത് തോന്നുന്നു. പിന്നെ ഇതിൽ നമ്മളെ സ്കുഷിയാണുള്ളത്. ഈ സ്കുഷിയാണ്, ഇത് സ്വന്തമായിട്ട് ആക്കിയതാണ്. പിന്നെ അവിടെ ഉണ്ട്, ഇതൊന്നും കൂടി ഉണ്ട്, ഈ ഒരു സ്കുഷി. പിന്നെ ഞാൻ കുറച്ച് ക്ലിപ്പിൻ്റെ ഒരു ഇതറിയില്ലേ, കവ്വായി ക്ലിപ്പ് അറിയില്ലേ, അത് ഇട്ടിരുന്നത്. ഈ ഒരു കവ്വായി ക്ലിപ്പ് കുറേ ആക്കി ഞാൻ കൊടുത്തു. ആൾക്കാരൊക്കെ ചിലർ ചോദിക്കുന്നുണ്ടോ. പിന്നെ അടുത്തത് ഇത് നോക്കാം. ഇതിലും അങ്ങനെ പ്രത്യേകിച്ച് സ്കുഷിയാണുള്ളത്, ഒരു ഗേളിൻ്റെ സ്കുഷി. പിന്നെ ഒരു ടയറിൻ്റെ ഇറേസർ. എൻ്റെ അല്ല, എൻ്റെ അനിയൻ്റെ ആണ്. ഓക്കെ. പിന്നെ മേലത്തേല് അനിയൻ്റെ കുറച്ച് പൈസയൊക്കെയാണ്. അതാണ് അനിയന് സ്വന്തമായിട്ട് കുറച്ച് ബ്ലൈൻഡ് ബാഗൊക്കെ ഉണ്ട്. അത് അൺബോക്സ് ചെയ്യാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ജേർണിംഗ് ബുക്കാണ്. അപ്പോൾ ജേർണിംഗ് ബുക്കിൽ എന്തെല്ലാം തരം ജേർണിംഗ് ആണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത് നമ്മൾ ദിയ നേതി, പിന്നെ മൈ ക്യൂട്ട് നേതി, ക്യൂട്ട് ജേർണിംഗ് ബുക്ക് നേതി, പിന്നെ കുറച്ച് കവ്വായി സ്റ്റിക്കറൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച്. പിന്നെ ഉള്ളത് ആദ്യം നമ്മൾ എഴുതിയത് ഹാപ്പി ന്യൂ ഇയർ 2025. പിന്നെ നമ്മൾ ഈ ഒരു കാർഡാണ്, കാരണം വെച്ചാൽ ഞാൻ ആക്കിയതാണ്. ഇങ്ങനത്തൊക്കെ ജേർണലിംഗ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനാണ് ഞാനിതാക്കിയത്. ഇവിടെ ഞാനിതിൽ മൈ ജേർണലിംഗ് ബുക്ക്, പിന്നെ ഒരു കവ്വായി സ്റ്റിക്കർ കുട്ടീനെ ഒട്ടിച്ച്, പിന്നെ ഹാവ് എ നൈസ് ഡേ. പിന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ജേർണലിംഗ് എന്ന് പറയുന്നത്. ജനുവരിയിലാണ് ഞാനിതൊന്ന് ആക്കിയത്. അപ്പം ഇത് ഫുൾ കവ്വായി സ്റ്റിക്കറാണ് ഒട്ടിച്ചത് ഇവിടെ. പിന്നെ ഇവിടെ അതെ. പിന്നെ ഇങ്ങനെ പോയി ഇവിടെ നമ്മൾ എഴുത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഞാൻ ഇതിൽ മെയിലാണ് ഇങ്ങനെ എഴുതിയാണ് തുടങ്ങിയത്. ഓക്കെ. ഇതൊക്കെ നമ്മൾ ഓരോരോ ഇതാണ്, ബേർഡ്സിൻ്റെ എല്ലാം ഉണ്ടാവില്ല, തോട്ട്സൊക്കെ ഉണ്ടാവില്ല, അതാണ് ഇത്. വീട്ടിലത്തെ ഒരു ഇതാണ്, ഇലേൻ്റെ ഒട്ടിച്ചതാണ്. പിന്നെ നമ്മുടെ സ്കൂളിലത്തെ ഒരു ചെടിയാണ് പറിച്ചുകൊണ്ടുവന്നത്. ഇതെല്ലാം സഞ്ചിയിലും മുറിച്ചിട്ട് ഇവിടെ ഒട്ടിച്ചതാണ് ഞാൻ. എ ബെസ്റ്റ് ഡേ എന്നത് ജൂലൈയിൽ തുടങ്ങിയതാണ്. ബ്ലാക്ക്, ബ്ലൂ, ഇവിടെ കവ്വായി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. മറ്റേ ആ സെറ്റിലുള്ള സ്റ്റിക്കർ ഒട്ടിച്ചേ. പിന്നെ ഇതാ നമ്മളെ ഫ്രണ്ട് എന്നതിൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു സ്റ്റിക്കർ. ഇതാണ് ജേർണലിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കർ ഗൈസ്. പിന്നെ നമ്മൾ യെല്ലോനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യെല്ലോ ഇസ് എ ബ്യൂട്ടിഫുൾ കളർ, ഐ ലൈക്ക് യെല്ലോ വെരി മച്ച്. പിന്നെ അതിൽ ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്,
പർപ്പിൾ ഉണ്ട്, എൻ്റെ ഫേവറേറ്റ് കളർ പർപ്പിളാ ഗൈസ്. പിന്നെ ബ്ലൂ കളർ കഴിഞ്ഞ് പിന്നെ ഒരു ട്രൂത്ത് കാര്യമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ബ്ലൂ കളർ. പിന്നെ ഇതാണ് എൻ്റെ ഫ്രണ്ട് എന്ന ഒരു സ്റ്റിക്കറാണ് ഞാൻ ഇവിടെ എടുത്ത് ഒട്ടിച്ച്. ഇതെല്ലാം ക്ലാസ് എഴുതിയാണ്. പിന്നെ ആഗസ്റ്റായി. പിന്നെ നമ്മളുടെ ഒരു ഇതാണ് ഹാപ്പിനെസ് ഡേയിൻ്റെ ഒരു എഴുതിയാണ്. ഇവിടെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഞാനിവിടെ എടുത്തത്. ഗിഫ്റ്റ് കിട്ടിയതിന് എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ്, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞുകൊണ്ട് കിട്ടിയൊരു ഗിഫ്റ്റാണിത്. പിന്നെ ഒരു സൺഡേയെ കുറിച്ച് തന്നെ എഴുതിയിട്ടാണ് ഏറ്റവും നല്ലോണം എൻജോയ് ചെയ്ത ഡേ. പിന്നെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേനെ കുറിച്ച് കുറച്ച് എഴുതി. പിന്നെ മൈ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് എഴുതി. മീ ദർശി, ഫുൾ നെയിം ദർശിതയാണ് കേട്ടോ. ഇതാണ് ദർശിത. പിന്നെ അബൌട്ട് മീ എഴുതി. പിന്നെ ഒരു സെലിബ്രേഷൻ്റെ ഡേ ആണ് കൂടിയത്. അപ്പം ഇത്രയില് നമ്മുടെ ജേർണിങ്. ബൈ ബൈ. നമ്മൾ വേറൊരു ക്യൂട്ട് ഐറ്റമാണ് ഈ ഒരു വേസ്റ്റ് പിൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം സെലക്ട് ചെയ്തത്. അപ്പം നമ്മളെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ പോയിട്ട് വാങ്ങിക്കുക.